എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ന്യൂസ് പുറത്തു വന്നു കഴിഞ്ഞാൽ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടി പല രീതിയിലുള്ള റിപ്പോർട്ടുകളുമായി എത്താറുണ്ട് മോഹൻലാൽ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കൂട്ടർ. ചില നടന്മാരുടെ ഫാൻസുകാർ തന്നെയാണ് ഈ മോഹൻലാൽ ഹേറ്റേഴ്സ് എന്ന് പറയുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ. ഇന്നലെ എമ്പുരാന്റേതായി ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ചിത്രത്തിന്റെ OTT റിലീസ് ഇന്ന ഡേറ്റിൽ സംഭവിക്കാൻ പോകുന്നു എന്നത്. ഇത്രയും പെട്ടെന്നൊരു ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രത്തിന് OTT റിലീസ് സംഭവിക്കുമ്പോൾ അത് വളരെ ധൃതിപ്പെട്ട് അവർക്ക് കിട്ടിയ ഡീൽ വെച്ച് നടത്തിയതാണ് എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ. കുറഞ്ഞ റേറ്റിലുള്ള ഡീല്. കൂടാതെ മോളിവുഡിൽ ഏറ്റവും വലിയ ഡീല് നടന്നിരിക്കുന്നത് കിങ് ഓഫ് കൊത്ത എന്ന ദുൽഖർ ചിത്രത്തിനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യം. ഇതൊക്കെ വലിയ മാസ് ലെവലിൽ പറഞ്ഞുകൊണ്ടാണ് അവർ സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇവർ മിസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിന് ഗംഭീരമായ ഒരു OTT ഡീൽ തന്നെയാണ് സംഭവിച്ചത് എങ്കിലും കിങ് ഓഫ് കൊത്തയെ മറികടന്നുകൊണ്ട് ആവേശം ഇതിലും വലിയൊരു OTT ഡീൽ നടത്തിയിരുന്നു. ആ റിപ്പോർട്ടുകൾ ആ സമയത്ത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതാണ്. എന്നാൽ ഇതൊക്കെ അവർ മറന്നു കളഞ്ഞു. പ്രമുഖ മാധ്യമങ്ങൾ പോലും എമ്പുരാന് കിങ് ഓഫ് കൊത്തയെ മറികടക്കാൻ സാധിച്ചില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തുവിട്ടു. എന്നാൽ ഇവർ മറന്നുപോയത് ആവേശം കിങ് ഓഫ് കൊത്തയെക്കാളും വലിയൊരു OTT ഡീൽ നടത്തി എന്നതാണ്. എന്നാൽ എമ്പുരാന് OTT ഡീൽ എത്രയാണെന്ന് പോലും ആർക്കും ഇതുവരെ ഒരു റിപ്പോർട്ട് പോലും കിട്ടിയിട്ടില്ല. എന്നിട്ടാണ് കിങ് ഓഫ് കൊത്തയെ മറികടന്നിട്ടില്ല എന്ന കാര്യങ്ങൾ അവർ പറയുന്നത്. ആക്ച്വലി ഏറ്റവും വേഗത്തിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. അതും ജിയോ ഹോട്ട്സ്റ്റാർ എന്ന വമ്പന്റെ കയ്യിൽ നിന്നാണ് OTT ഡീൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജിയോയും ഹോട്ട്സ്റ്റാറും ഒരുമിച്ചല്ലോ, അതുകൊണ്ട് അവരുടെ ഒരു പ്രസ്റ്റീജിയസ് റിലീസ് എന്ന രീതിയിലാണ് എമ്പുരാൻ വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. നേരത്തെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ തന്നെയാണ് കിങ് ഓഫ് കൊത്തയും ആവേശവും ഒക്കെ ഡീൽ നടന്നിരിക്കുന്നത്. വലിയ ചിത്രങ്ങളുടെ എല്ലാ ഡീലുകൾ നടന്നിരിക്കുന്നത് ഹോട്ട്സ്റ്റാറിലൂടെ തന്നെയാണ്. കാരണം മലയാളികൾ കൂടുതൽ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുള്ളതും ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെയാണ്. അതുകൊണ്ട് വമ്പൻ ഡീലുകൾ നടക്കാൻ സാധ്യതയും ഇവിടെ തന്നെയാണ്. നെറ്റ്ഫ്ലിക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ എമ്പുരാന് വേണ്ടി സമീപിച്ചിരുന്നു എന്ന് നേരത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പക്ഷേ അവർ മുന്നോട്ട് വെച്ച OTT ഡീലിന്റെ പ്രൈസ് എത്രയാണെന്നോ ഉള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ഇതുമായി ബന്ധപ്പെട്ടാണ് ലൈംഗികമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വരികയുണ്ടായിരുന്നു. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും റിലീസിന് മുന്നേ ആണോ OTT ഡീൽ സംഭവിച്ചത് എമ്പുരാന്റേത്, അതോ റിലീസിന് ശേഷമാണോ OTT ഡീൽ സംഭവിച്ചത് എമ്പുരാന്റേത് എന്ന് വ്യക്തമല്ല. റിലീസിന് മുന്നേ ആണെങ്കിലും വലിയൊരു OTT ഡീൽ ഉറപ്പിക്കാൻ സാധ്യതയുണ്ട്. റിലീസിന് ശേഷമാണെങ്കിൽ ഈ OTT ഡീലിന് മൂല്യം വളരെ കൂടുതലും വരാൻ സാധ്യതയുണ്ട്. മോഹൻലാൽ ചിത്രത്തിന്റെ ഒരു കണക്ക് പരിശോധിച്ചാൽ ഇതൊക്കെ നിങ്ങൾക്ക് വ്യക്തമാകുകയും ചെയ്യും. കാരണം മോഹൻലാൽ ചിത്രത്തിന് കിട്ടുന്ന സാറ്റലൈറ്റ് വാല്യൂ, അതിനൊപ്പം തന്നെ അതിന് കിട്ടുന്ന വ്യൂവർഷിപ്പും ഒക്കെ വലുതാണ്, റിപ്പീറ്റ് വാല്യൂ ഉള്ളതാണ് എന്ന് ഇപ്പോഴും തെളിയിക്കുന്ന മോഹൻലാൽ ചിത്രങ്ങൾ ചാനലുകാർ റിപ്പീറ്റ് അടിച്ചിടുന്നത് നമ്മൾ പലരും പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ റിപ്പീറ്റ് വരണമെങ്കിൽ അതിന് മൂല്യം കൂടുതലുണ്ടാകും എന്നുകൊണ്ടല്ലേ. അന്നെങ്കിൽ എത്രയോ സിനിമകൾ അവർക്ക് റിപ്പീറ്റ് അടിക്കാൻ കഴിയും. എന്നാൽ മോഹൻലാൽ സിനിമകളാണ് ഒരു ഫെസ്റ്റിവൽ സീസണിലോ മറ്റോ അല്ലാതെ തന്നെ എപ്പോഴും അവർ പ്രദർശിപ്പിക്കാറുള്ളത്. അപ്പോൾ OTTയിൽ വരുമ്പോൾ ഹോട്ട്സ്റ്റാറിനേക്കാളും മോഹൻലാൽ ചിത്രങ്ങളുടെ മൂല്യം അറിയാവുന്നവർ വേറെ ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. കൂടാതെ ബോക്സ് ഓഫീസിലും ഒരു പഠനം നടത്തിയാൽ മോഹൻലാലിന്റെ വാല്യൂ എന്താണെന്ന് വ്യക്തമാകുന്നതേ ഉള്ളൂ. ഈ നൂറ്റാണ്ടിൽ കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 25 കൊല്ലത്തിനിടയിൽ മോളിവുഡിന്റെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമ മോഹൻലാലിന്റേതല്ല എന്ന് പറയുന്ന കാലം വെറും 6 വർഷം മാത്രമായിരുന്നു. അതായത് 19 വർഷവും മോഹൻലാൽ നായകനായ സിനിമകൾ ആയിരുന്നു. 2020ലെ നായകന്മാരിൽ ഒരാൾ. 2005, 2008 3 വർഷം, 2015, 2016 1 വർഷം, 2023, 2025 2 വർഷം. എന്തുകൊണ്ട് ഇയാൾ മലയാളത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ താരമാണെന്ന് പറയുന്നതിന് ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു കാരണം കൂടി. ഇതെല്ലാം ഒരു സിനിമ ആയിരുന്നില്ല, ഒരു ജോണറിലുള്ള സിനിമകളും ആയിരുന്നില്ല. 2000, 2005 നരസിംഹം, 2008, 2013 2020, 2013, 2015 ദൃശ്യം, 2016, 2023 പുലിമുരുകൻ, 2025 തുടങ്ങി ഇപ്പോൾ എമ്പുരാൻ. ഇനി എത്ര നാൾ എമ്പുരാൻ നിൽക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്നാൽ ഇടയ്ക്ക് മോഹൻലാലിന്റെ വർഷമല്ലായിരുന്നത് വെറും 6 വർഷമാണ്. അതാണ് 2005, 2008 എന്നീ കാലഘട്ടമായ 3 വർഷം, 2015, 2016 ഇങ്ങനെ നിന്ന 1 വർഷം, 2023, 2025 ഇതിലെ 2 വർഷം. ഈ ഒരു ഗ്യാപ്പിലാണ് മറ്റ് താരങ്ങൾ അവരുടെ ഗംഭീര ഹിറ്റ് സമ്മാനിക്കുകയും ടോപ്പിലെത്തുകയും ചെയ്തത്. അവിടെ മോഹൻലാലിന്റെ ഒരു ഗംഭീര സിനിമ വന്നില്ല എന്നതുകൊണ്ട് മാത്രം. എന്നാൽ ദൃശ്യം 2 പോലൊരു സിനിമ വന്നിരുന്നെങ്കിൽ ആ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യാമായിരുന്നു. അതൊക്കെ പ്രേക്ഷകർ ഇപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ മീഡിയയിൽ എഴുതി തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഗ്രൗണ്ടിൽ ഇറങ്ങി അയാൾ അടിച്ചൊതുക്കി കളയും. ചരിത്രം അങ്ങനെയാണ്, അതിനെയും തുടരും എന്നാണ് പ്രേക്ഷകരുടെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു എഴുത്ത് തന്നെ ചില ആൾക്കാർ നടത്തുന്നുണ്ടായിരുന്നു. അത് എമ്പുരാന്റെ OTT ഡീലുമായി ബന്ധപ്പെട്ട ചർച്ചകളായിരുന്നു. എന്നാൽ അവർ അറിയാതെ പോയ പല കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു പല പ്രമുഖരും. കാരണം അവർ ചിലതൊക്കെ മറന്നു പോകുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഒരു കാര്യം പറയേണ്ടതുണ്ട്. എമ്പുരാൻ എന്ന സിനിമയുടെ OTT ഡീൽ ഒരു സർവകാല റെക്കോർഡിലുള്ള OTT ഡീൽ തന്നെയായിരിക്കും നടന്നിരിക്കുക എന്നത്. അതിന്റെ എക്സാക്ട് ഫിഗർ ഒന്നും നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നില്ല. നിർമ്മാതാക്കളും പങ്കുവയ്ക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ പങ്കുവയ്ക്കുകയാണെങ്കിൽ അതൊരു സംഭവമായിരിക്കും. കാരണം പലരും അറിയേണ്ടതുണ്ട്. ഇതിനി നമ്മൾ അറിയാൻ പോകുന്നത് പൃഥ്വിരാജോ മറ്റോ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം അവരുടെ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തുമ്പോൾ മാത്രമായിരിക്കും. എന്നിരുന്നാലും ഇപ്പോൾ കിട്ടുന്ന സൂചന വെച്ച് പറയാൻ കഴിയുന്നത് ഇപ്പോൾ പലരും കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടുകൾ ഫേക്കാണ് എന്നുള്ളതാണ്. കിങ് ഓഫ് കൊത്തയാണ് ഏറ്റവും കൂടുതൽ OTT ഡീൽ നടത്തിയിരിക്കുന്നതെന്നും എമ്പുരാൻ അതിന് താഴെയാണെന്നുമുള്ള റിപ്പോർട്ടുകൾ ഫേക്കാണെന്ന് പറയേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ എമ്പുരാന്റെ OTT ഡീൽ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ ഒരു സർവകാല റെക്കോർഡായി മാറുന്നുണ്ട്. ഒരു
ഹിസ്റ്ററി തന്നെയാണ് ഈ OTT ഡീലിലൂടെ കുറിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതാണ്ട് 80 കോടിക്ക് മുകളിലുള്ള ഒരു OTT ഡീൽ സംഭവിച്ചു എന്ന ഒരു സൂചനയും ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്.